നാഷണൽ ഹൈവേ 66-ന്റെ വികസന പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ മുന്നേറുകയാണ്. പദ്ധതി പൂർത്തിയാകുന്നതോടെ കേരളം അഭിമാനകരമായിട്ടുള്ള നേട്ടമുണ്ടാകുമെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. എന്നാൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും നിർമ്മാണ കമ്പനിയുടെയും ജാഗ്രതയില്ലായ്മ ജനങ്ങൾ വലിയ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് സർ. കൊയിലാണ്ടി മണ്ഡലത്തിലെ റീച്ച് എടുത്ത കരാറുകാർ അദാനി ഗ്രൂപ്പാണ്. അദാനി ഗ്രൂപ്പ് ഉപകരാർ ഏൽപ്പിച്ചിരിക്കുന്നത് ഗുജറാത്ത് കമ്പനിയായിട്ടുള്ള വാഗാഡ് എന്ന ഒരു കമ്പനിക്കാണ്. മഴക്കാലത്തിൻ്റെ മുന്നോടിയായിട്ട് സ്വീകരിക്കേണ്ട ഒരു മുൻകരുതലും സ്വീകരിക്കാത്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളിലുള്ള കോളനികളടക്കം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് സർ. വാഹനങ്ങൾ ഒന്നും തന്നെ റോഡിലൂടെ പോകാൻ പറ്റാത്ത കുണ്ടും കുഴിയുമായിട്ട് മാറിയിരിക്കുകയാണ് സർ. ഇതെല്ലാം തന്നെ നമ്മൾ വാഗാഡ് ഗ്രൂപ്പിനോട് പറയുമ്പോൾ, അതേപോലെ തന്നെ അതോറിറ്റിയോട് പറയുമ്പോൾ, ഹൈവേ അതോറിറ്റിയോട് പറയുമ്പോഴും യാതൊരു രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാത്ത ഒരു സ്ഥിതിയാണ് സർ. ഈ പ്രാദേശിക ഗവൺമെൻറ്റുകളുമായിട്ടോ ജനപ്രതിനിധികളുമായിട്ടോ കൂടിയാലോചനയുടെ ഭാഗമായിട്ടോ ഒരു കാര്യങ്ങളും അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ ദുരിതങ്ങൾ പരിഹരിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ആവശ്യപ്പെടുമ്പോൾ വളരെ നിരുത്തരവാദപരമായിട്ടുള്ള കാര്യമാണ് സ്വീകരിച്ചു വരുന്നത്. അതിനാൽ ഹൈവേ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ അത് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങൾ വിളിച്ച് ആലോചിക്കേണ്ടുന്ന ഒരു സ്ഥിതിയുണ്ട്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ ഈ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണം എന്നുള്ളതാണ് സർ ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യം. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി. സർ, ദേശീയപാത 66-ൽ അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള ഭാഗം 6 വരിയാക്കുന്ന പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുകയാണ്. ദേശീയപാത അതോറിറ്റിയുമായി ചേർന്ന് ഈ റീച്ചിലെ പ്രവൃത്തി വേഗത്തിലാക്കാൻ നടത്തിയ ഇടപെടലുകൾ ബഹുമാനീയായ അംഗത്തിനും അറിയുന്നതാണ്. മൺസൂണുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ദേശീയപാത അതോറിറ്റിയോട് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ കൺസഷനെയർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു യോഗം നടത്തിയിരുന്നു. ആ യോഗത്തിലെ തീരുമാനപ്രകാരം മൺസൂണുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. ബഹുമാനിയായ അംഗം ഇവിടെ പറഞ്ഞ സാഹചര്യത്തിൽ ഏതൊക്കെ മേഖലകളിൽ ഇനിയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ ദേശീയപാത അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്താം.